വീചികൾ പാടും നിന്റെ സഹസ്രനാമങ്ങൾ ജഗദംബികേ മൂകാംബികേ സൗപർണികാമൃതബീജികൾ പാടും നിന്റെ സഹസ്രനാമങ്ങൾ പ്രാർത്ഥനാ തീർത്ഥമാടും എൻ മനം തേടും നിന്റെ പാദാരവിന്ദങ്ങളമ്മേ ജഗദംബികേ മൂകാംബികേ കരിമഷി പടരുമീ സൗപർണികാമൃതബീജികൾ പാടും നിന്റെ സഹസ്രനാമങ്ങൾ പ്രാർത്ഥനാ തീർത്ഥമാടും എൻ മനം തേടും നിന്റെ പാദാരവിന്ദങ്ങളമ്മേ ജഗദംബികേ മൂകാംബികേ സൗപർണികാമൃതബീജികൾ പാടും നിന്റെ സഹസ്രനാമങ്ങൾ പ്രാർത്ഥനാ തീർത്ഥമാടും എൻ മനം തേടും നിന്റെ പാദാരവിന്ദങ്ങളമ്മേ ജഗദംബികേ മൂകാംബികേ ജഗദംബികേ
പാട്ടിനെ കുറിച്ച് പറഞ്ഞാൽ വളരെയധികം ഇമോഷണൽ ആവും. കാരണം നമുക്ക് നേരെ കോമൻസിലേക്ക് പോവാം. സുജാ ചേച്ചി. ശ്രുതി നിന്ന് ദേവിയുടെ മുമ്പിൽ നിന്ന് പാടുന്നത് കാണാൻ ആ ഒരു ഐശ്വര്യം, ശ്രുതിയുടെ സൗന്ദര്യത്തിൻ്റെ ഐശ്വര്യവും ഒരു പ്രത്യേക സുഖം ഉണ്ടായിരുന്നു. ഒന്ന് മോളുടെ ആ വോയിസ് ഷിഫ്റ്റിൻ്റെ 3 വോയിസാണ് ഇപ്പോൾ കേട്ടിരുന്നത്. ദാറ്റ്സ് ഓക്കെ, യു ആർ ഇൻ ദ പ്രോസസ്. ഡെഫിനറ്റ്ലി അത് ആദ്യം നല്ലത് തന്നെ പറയണം. ഒട്ടും ഈ ഒരു വോയിസ് പഠിച്ചിട്ടില്ല ശ്രുതി ഇതുവരെ. ഇപ്പോഴാണ് ആദ്യമായിട്ടാണ് പാടുന്നത്. അത് ഇനി ഡെവലപ്പ് ചെയ്യണം. അപ്പം തിന്നായിട്ടാണ് അത് വരണത്. ഇനി അത് ശരിയാവും. അത് കുറേ നാൾ ഇതേ വോയിസ് തന്നെ റൗണ്ട് ചെയ്തെടുത്ത് അതാണ് റൗണ്ട് ചെയ്തെടുക്കണം. അത് ശ്രുതി തന്നെ ചെയ്യേണ്ട കാര്യമാണ്. ആ ഒരു ഇതുകൊണ്ടാണ് നമുക്ക് ഓരോ ലൈനും ഓരോ ഡിഫറെൻറ്റ് വോയിസ് വരുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് തെറ്റിയൊന്നുമില്ല കേട്ടോ അധികം. ചിലർക്ക് അത് പാടുമ്പോൾ തെറ്റി ഇങ്ങനെ ശ്രുതിയും പോവും. ശ്രുതി ബാലൻസ് ചെയ്യാൻ ഡിഫിക്കൽട്ടാണ്. ആദ്യമായിട്ട് ഇങ്ങനെ പാടുമ്പോൾ ശ്രുതിയൊക്കെ ക്ലീൻ ആയിരുന്നു കുറച്ച്. പിന്നെ നിന്റെ പാതാരവിന്ദങ്ങൾ എങ്ങനെയാ നമ്മൾ പാടണേ? നിന്റെ പാതാരവിന്ദങ്ങളമ്മേ തരരാരാ തരരാരാ അതുണ്ട്. നിന്റെയും പായിന്റെ ഇടയ്ക്ക് ആ ഒരു കണക്ക് നിന്റെ പാതാരവിന്ദ ഇത്രയില്ല. നിന്റെ പാതാരവിന്ദങ്ങളും നിന്റെ ഒരു എക്സ്ട്രാ ഗമകം കൊടുക്കണ്ട, അതും വേണ്ട. ഡേയില് കൊടുക്കണ്ട്. അതൊന്ന് പഠിക്കാട്ടാ. പിന്നെ നീ അന്തർനാളമായി അവിടെയാണ് അത്. അതൊന്നും പ്രയാസമുണ്ടോ പാടാൻ? അതല്ലാതെ അറിയണ 1 2 3 4 സ്റ്റെപ്പ് ഇറങ്ങണ പോലെ ഒന്നുകൂടെ ക്ലാരിറ്റി വരണം മോളെ. അതൊന്നുകൂടെ കറക്റ്റ് ആയിട്ട് പാടൂ. എന്തോ ഒരു ഫിനിഷ് കുറവുണ്ട് അവിടെ. പിന്നെ കരതലം അടുത്ത സ്റ്റാൻസിലാന്ന് തോന്നുന്നു. അത് കരതലം ഒന്നും അവിടെയൊക്കെ ചേരിയാസ് നന്നാക്കാം. അത് മേ ബി ഈ വോയിസ് ഇങ്ങനെ അപ്ലൈ ആദ്യമായിട്ട് ചെയ്യണോണ്ടാണ്. പിന്നെ അത് ആ സ്ഥലം പാടിയപ്പോൾ മോള് വീണ്ടും ഉറക്ക പാടി. പക്ഷെ അത് രസമുണ്ടായിരുന്നു കേട്ടോ. അത് മോശമല്ല. ആ ഒരു എന്താ പറയുക, ഒരു ഭയങ്കര ഒരു മൂഡുണ്ടായിരുന്നു. അത് ആകാശമീരം അങ്ങനെ പാടുമ്പോൾ രസമായിരുന്നു അത് കേൾക്കാൻ. പക്ഷെ അതപ്പോൾ വേറൊരു വോയിസ് വന്നു ഉറക്കെ. ബട്ട് തെറ്റുകൾ അധികം ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തോളൂ കേട്ടോ. അത് നല്ല വോയിസ് വരുന്നുണ്ട്. ആ ഹെഡ് വോയിസ് കുറച്ചും കൂടെ ഡെവലപ്പ് ചെയ്താൽ നന്നാവും. ഇറ്റ്സ് വാട്ട് എവർ യു ഡിഡ് വാസ് ഗ്രേറ്റ് ബിക്കോസ് ധൈര്യം കാണിച്ചു. അപ്പോൾ സുജി പറഞ്ഞ പോലെ ഒരു 2-3 ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ടോൺസ് ആണ് വന്നത്. ഇപ്പോൾ ഒരു പാട്ടിന് 3 ടോൺസ് വരുമ്പോൾ ഇക്കാലത്ത് 3-4 സിംഗേഴ്സ് ഒരു പാട്ട് തന്നെ ഒരു ഹീറോയിന് പാടുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ഐ എം സേയിങ്, യു നോ, വെൻ യു സിംഗ് ഓൺ സ്റ്റേജ് you should not show 3 different tones in one song. If you show it in 3 songs, it's great. Understand? അപ്പോൾ എനിക്ക് I want to listen to ശ്രുതിയുടെ കംഫർട്ടബിൾ ആയിട്ട് ഒരു റേഞ്ചിൽ ആ ഹൈ ലൈൻ എനിക്കൊന്ന് കേൾക്കണം. കരിമഷി പടരുമീ കൽവിളക്കിൽ കുറച്ചുകൂടെ ഫ്ലോ ഉണ്ട്. ബട്ട് സ്റ്റിൽ ദാറ്റ് സംഗതി ഈസ് നോട്ട് ക്ലീൻ. കൽവിളക്കിൽ കനകാങ്കുരമാ വിരിയണം. ഇപ്പൊ ആ വിരിയണം വാസ് ബെറ്റർ. മറ്റൊക്കെ യുവർ കംപ്ലീറ്റ്ലി അൺഷുവർ. ആ ഒരു പല്ലവി, ദ ഹോൾ പല്ലവി ശ്രുതിയുടെ മൈൻഡ് കൂടെ ഒരു കൺഫ്യൂഷൻ ആയിരുന്നു വോയിസിൻ്റെ. അപ്പോൾ കംഫർട്ടബിൾ അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് കംഫർട്ടബിൾ അല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് 100% തരാൻ പറ്റില്ല. ചരണം തൊട്ട് ആ ആദ്യത്തെ ലൈൻ കംഫർട്ട് സോണിൽ എത്തിയതുകൊണ്ട് അതിൻ്റെ ഒരു സുഖം ഉണ്ടായിരുന്നു. ഇങ്ങനെ പാടിയാൽ എന്ത് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഒറിജിനൽ സോങ് കേൾക്കുന്ന ഒരു ഫീൽ വരത്തില്ല. സോ ഇറ്റ്സ് ഓക്കെ. You are a good singer, Shruti. You are a very good singer. Thank you, sir. Thank you, Srini sir. Sharat sir.
നല്ല പാട്ട്, നല്ല ഐശ്വര്യമുള്ള പാട്ട്. പ്രത്യേകിച്ച് എന്താണ്, മൂകാംബിക ദേവിയെ കണ്ട ഒരു പ്രതീതി ഉണ്ടായിരുന്നു. എനിക്ക് പെട്ടെന്ന് മൂകാംബിക പോയതൊക്കെ ഓർമ്മ വന്നു. പ്രധാനമായിട്ട് ഇപ്പോൾ ഇവരൊക്കെ പറഞ്ഞത് തന്നെയാണ്, ആ ഒരു ബ്രിഡ്ജിങ് മോഡ് ശരിയാക്കിയില്ലെങ്കിൽ അതൊരു പ്രോബ്ലമാണ്. കാര്യം നമ്മൾ ഹെഡ് വോയിസ് ഇപ്പോൾ ഈ ഒരു എന്താ പറയണ്ടേ, ഈ ഒരു സമയത്ത് അത് പ്രാക്ടീസ് ചെയ്തേ പറ്റത്തുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ മോള് കച്ചേരിയായിട്ട് ഒതുങ്ങേണ്ടി വരും. മോൾക്ക് വേറെ എന്തെങ്കിലും ഫിലിം മ്യൂസിക് പാടണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ഹെഡ് വോയിസ് പ്രാക്ടീസ് ചെയ്യണം. ഇപ്പോൾ പാതാരവിന്ദത്തിൻ്റെ കാര്യം ചേച്ചി പറഞ്ഞു, മോളത് പാടുമ്പോൾ അതിൻ്റെ ഒരു പാതാരവിന്ദം പോലെ തോന്നുന്നില്ല. നിന്റെ പാതാരവിന്ദങ്ങളമ്മേ, കുറച്ചുകൂടെ ഭക്തി വരാം കേട്ടോ. പിന്നെ ജഗദംബികെ മൂകാംബിക എന്നുള്ള വേറെ മെക്കാനിക്കലായി പോരുത്. ജഗദംബികേ മൂകാംബികെ എന്നങ്ങനെ മുദ്രാവാക്യം പോലെ ആയിപ്പോരുത്. മോള് പാടുമ്പോൾ അതിൽ കുറേയും കൂടെ ഒരു ഭക്തിരസം നമുക്ക് തോന്നണം. അത് നമ്മൾ നല്ല വൃത്തിയായിട്ട് പാടിയിട്ടുണ്ട്, പക്ഷെ അതിൽ കുറച്ചും കൂടെ ഭക്തിയുടെ എലിമെൻ്റ് ആവാനെന്ന് തോന്നി. ഭക്തിയോടെ പാടുമോ? ആ ഒരു പോർഷൻ മാത്രം. ജഗദംബികേ മൂകാംബികേ. ശരി, ഈ അന്തർനാളമൊക്കെ നോക്കത് പ്രോബ്ലമായി. ഈ എനിക്കെങ്ങനെ തെളിയണേ എങ്ങനെ പാടിയ ഫസ്റ്റ് പല്ലവിയിൽ? അത് ശരിയായിക്കോട്ടെ കേട്ടോ മോളെ, അതാണ് പ്രധാനമായിട്ടും. പിന്നെ കരതലം, പെട്ടെന്ന് കരതലം എന്ന് പറഞ്ഞാൽ വേറെ ആരെ പാടിയ പോലെ ഇരുന്നു. പിന്നെ ആ ബ്രിഡ്ജിങ് വരുന്ന ഈ മൺവീണ ആ ചേരുന്ന സ്ഥലത്തും നമുക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. ശബ്ദം ഒറിജിനലിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന അതൊക്കെ മാറ്റിയെടുക്കണം കേട്ടോ. അത്രേ ഉള്ളൂ ഇതിൽ പറയാനുള്ള സംഭവങ്ങൾ. ഒരു നല്ല പാട്ടുകാരിയാണ് ശ്രുതി, എനിക്ക് കുറേ ഇഷ്ടമാണ് മോള് പാടുന്നത് കേട്ടോ. അപ്പോൾ ഇതൊന്നും ശരിയാക്കിയാൽ ഒരു ഉഗ്ര ഇടിവെട്ട് പാട്ടുകാരിയായിട്ട് മാറാം. ഇപ്പം തന്നെ ആണ്, നമുക്ക് റേഞ്ച് കൂടെ വേണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ശരത് സർ. ശ്രുതി മാർക്സ് അറിയാം? ശ്രീനി സർ. 27 for your singing and 0.5 for your bravery. സുജാ ചേച്ചി 27 on 30. താങ്ക് യു ചേച്ചി. ശരത് സർ. ഈ 0.5 എന്തിനാണെന്നറിയാമോ? ശ്രുതി നല്ലൊരു പാട്ടുകാരി ആയതുകൊണ്ട്. താങ്ക് യു സർ. 27.5 on 30. 82 on 90. ഇനി 10ൽ എത്ര മാർക്കാണെന്ന് നോക്കാം. I think I'll go with 7.5. 7.5 on 10. Total overall 89.5 on 100. താങ്ക് യു. ശ്രുതിയിൽ നിന്നുയരുന്ന നാദശലഭങ്ങൾ. ഒരു